എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല 2 റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു റെസിപ്പി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കാര്യമാണ്. അപ്പോൾ കുറേ നാളായി ചോദിച്ചിട്ട് അത് നമുക്ക് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പടുവളങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പടുവളങ്ങ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ത് റെസിപ്പിയാണെന്ന് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുളിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ പടുവളങ്ങയുടെ കൂടെ വെക്കാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പഴുവളങ്ങ എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെള്ളി, അതായത് നമ്മുടെ ഉണക്ക ചെമ്മീൻ കേട്ടോ, അത് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ നല്ല രസം, നമ്മൾ കല്യാണത്തിനൊക്കെ പോയ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ, അങ്ങനെയുള്ള ഒരു രസം കൂടെ നമ്മളിന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ല രസവും അതുപോലെ തന്നെ നമ്മുടെ പടുവളങ്ങയും ചെമ്മീനും കൂടിയുള്ള ഉലർത്താണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഞാനൊരു കുഞ്ഞുപിടി നമ്മുടെ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞുപിടി തന്നെ മതിയാകും. നമ്മുടെ പടുവളങ്ങ വെന്ത് വരുമ്പോൾ അത് കറക്റ്റാകും. ആദ്യം തന്നെ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. വാലിപ്പോൾ കളയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തല മാത്രമാണ് അതിൻ്റെ കളഞ്ഞെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിലൊക്കെ കുത്തും. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ തല മാറ്റിയെടുക്കുന്നത്. തലയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കഴുകാണ്ട് തലയെല്ലാം മാറ്റിയതിന് ശേഷം അത് മാത്രം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു പിടി നമ്മുടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുമ്പോൾ രണ്ടും ഈക്വലായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞുപിടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഒരു പ്രത്യേക മണം വരും കേട്ടോ നമ്മുടെ ചെമ്മീൻ. ഇപ്പോൾ നമ്മുടെ ഉണക്ക ചെള്ളിയൊക്കെ നമ്മൾ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ 2 കോമ്പിനേഷൻ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പടുവളങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ഇളമ്പ് പടുവളങ്ങ നോക്കി എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് അധികം മൂക്കാത്ത ഇളമ്പ് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വലുതാണ് കാണുമ്പോൾ തോന്നുമെങ്കിലും വെച്ച് വരുമ്പോൾ രണ്ടും കറക്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ തോലെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് നെക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അല്ലിയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് നീളത്തിലായാലും അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനും കഴിക്കാനും. അതിനെ ഒന്നുകൂടെ രണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുമിച്ച് വെച്ചിട്ടും അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാ പടുവളങ്ങയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറിയ കഷ്ണമായിട്ട് അധികം വണ്ണമില്ലാണ്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ കൂട്ടാൻ വയ്ക്കുമ്പോഴും കഷ്ണത്തിൻ്റെ മുറിവ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോഴാണ് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ നമ്മുടെ ഉലർത്ത് നമ്മൾ വെക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പടുവളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പടുവളങ്ങ കഴുകി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് തന്നെ നമ്മുടെ ഉണക്കച്ചെള്ളി നമ്മളത് വറക്കുന്ന സമയത്ത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അതും കഴുകി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടുവളങ്ങിന്ന് വെള്ളം വരും. അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട, ഒരു ഇത്തിരി ഗ്ലാസ്സിന് താഴെ ചേർത്ത് കൊടുത്താൽ മതി. പടുവളങ്ങിയൊക്കെ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അത് തീ നല്ലപോലെ കത്തുമ്പോൾ അതിന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആദ്യം ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ പടുവളങ്ങിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ പടുവളങ്ങ അധികം, അതുപോലെ തന്നെ നമ്മുടെ
ചെമ്മീൻ കുറച്ചായിട്ട് തോന്നും കേട്ടോ. പക്ഷെ വെന്ത് വരുമ്പോൾ രണ്ടും ഈക്വലായിട്ട് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അടയ്ക്കാണ്ട് ലേശം ഒന്ന് തുറന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമ്മളിത് ഒട്ടും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടച്ച് വെക്കാണ്ട് തന്നെ ഇത് വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വറ്റി വരുന്നവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പടുവളങ്ങയും ചെമ്മീനും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിപ്പോൾ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതേ മൺചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് നമ്മുടെ ചെറിയുള്ളി കേട്ടോ, വട്ടത്തിലറിഞ്ഞ ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവൊക്കെ കൂടുതലെടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഉലർത്തിന്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് ഒന്ന് കളർ മാറി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. 2-3 ചെറിയുള്ളി, ഒരു അര സ്പൂണ് ജീരകം, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് തേങ്ങ കേട്ടോ. ഒരു 1/4 കപ്പിന് കൂടുതലായിട്ട് നമുക്ക് തേങ്ങ എടുക്കാം. പിന്നെ തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കൂട്ടിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു അര സ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പടുവളങ്ങയും ചെള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരണം. അത് മിക്സ് ചെയ്ത് നല്ലപോലെ ഉലർത്തി വരുന്ന സമയത്ത് ഇത് രണ്ടും നല്ലപോലെ യോജിച്ച് നല്ല സ്വാദായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് ആവിയിലൊന്ന് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ ഒന്ന് ആവി കയറി വരണം കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്ര നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടുണ്ട്, ഉണക്ക കൊഞ്ച് അല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പിൻ്റെ അളവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരപ്പിനും നമ്മുടെ പടുവളങ്ങയ്ക്കും ബാക്കിയുള്ളതിനും എല്ലാത്തിനും കൂടെ ഉപ്പ് പാകം പോലെ ഇടാൻ പറഞ്ഞിട്ടാണ് ഇത്ര നേരം ഞാൻ ഉപ്പ് ചേർക്കാണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇത് ഉലർത്തിയെടുക്കാം കേട്ടോ. ഉലർത്തി വരുന്തോറും ഇതിൻ്റെ കളറും മാറും, ടേസ്റ്റും കൂടും. നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇത് ഒന്ന് ഉലർത്തിയെടുക്കാം കേട്ടോ. എത്രത്തോളം നമ്മളിത് ഉലർത്തണോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെള്ളിയുടെ തലയൊക്കെ നമ്മൾ പിച്ചി മാറ്റിയത് കൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് അത് വായിലൊന്നും കുത്തില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി രസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒരു കുഞ്ഞ് സ്പൂണ് നമ്മുടെ എന്താ പറയുക പരിപ്പ്, അതായത് നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ കുറച്ച് ജീരകം, വെന്തയം, കുരുമുളക്, നമ്മുടെ കാശ്മീരി മുളക് 2 അതെല്ലാം ചേർത്ത്, അതുപോലെ തന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലി, അതെല്ലാം മുഴുമല്ലിയാണ് കേട്ടോ, അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. ഇതെല്ലാം ചേർത്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രസമാണ്. അപ്പോൾ നമ്മൾ പുളി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മളിതിൻ്റെ പുളിവെള്ളം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വറുത്ത സാധനങ്ങളൊക്കെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകിന് പകരം എരിവുള്ള മുളകും ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള പുളിയെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് രസം എത്ര വേണോ അതിനനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 തക്കാളി എടുത്ത് അരിഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മുടെ തക്കാളിയുടെ നീരെല്ലാം നമ്മുടെ പുളിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ജ്യൂസ് ഉണ്ടാവും കേട്ടോ.
ഇതേ വെള്ളത്തിലേക്ക്, അതായത് നമ്മുടെ പുളിവെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ചിട്ടുള്ള നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പൊടി നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് 2 വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുളിയും തക്കാളിയും കൂടിയുള്ള ആ വെള്ളം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക പരിപ്പും വെള്ളവും കൂടെ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വേവിച്ചതും പരിപ്പ് വെള്ളവും കൂടെ രണ്ടും കൂടെ ഒരു കുഞ്ഞിപ്പിടി പരിപ്പ് എടുത്തിട്ട് അത് വേവിച്ചും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നൈസായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മല്ലിത്തല ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രസമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെല്ലാം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ രസത്തിൻ്റെ പൊടി തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കല്യാണ രസവും അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഉലർത്തും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ നന്നായിരിക്കുമെന്ന് തോന്നും. കല്യാണ വീട്ടിലെ രസവും ഇതുപോലെ ഉലർത്തെന്ന് പറയുമ്പോൾ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഉലർത്തിന് ലേശം ആ ഒരു തേങ്ങയൊക്കെ മുരിഞ്ഞ് വരുന്ന ഒരു സമയം വേണമെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് എത്രത്തോളം മുരിയണോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കല്യാണ വീട്ടിലെ രസം എന്ന് പറയുന്നത് രസം അതുപോലെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത്. പക്ഷേ കല്യാണത്തിന് നമ്മുടെ അവിടെ എവിടെയും ഉണക്ക ചെമ്മീനും അതുപോലെ പടുവളയും കൂടെ ഉലർത്തൊന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 കോംബോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.